അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ പറയുന്നത് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഏതൊക്കെയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും സുബ്ഹാനല്ലാഹ് എന്നതും അൽഹംദുലില്ലാഹ് എന്നതും അല്ലാഹു അക്ബർ എന്നതും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നാൽ എന്നെന്നും ബാക്കിയാകുന്ന, അവശേഷിക്കുന്ന സൽക്കർമ്മം എന്നാണ് അർത്ഥം. അതായത് ഇത് ചൊല്ലിയവർക്ക് ഇതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ ഒരു സംശയവും കൂടാതെ ലഭിക്കും. ഒരിക്കലും ഒളിഞ്ഞു പോകില്ല എന്നർത്ഥം. പൊട്ടാതെ സീല് വെക്കപ്പെട്ട സൽക്കർമ്മമായിരിക്കും അത്. തീർച്ചയായും ഇത് ചൊല്ലിയവർക്ക് പ്രതിഫലം കിട്ടാതെ പോകില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തങ്ങൾ പറഞ്ഞു, മേൽപ്പറഞ്ഞ 5 വാക്യങ്ങൾ പറയുന്നവരുടെ പാവങ്ങൾ സമുദ്ര തിരമാലകൾക്ക് സമാനമാണെങ്കിലും ശരി, അത് പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 5 ദിക്റുകൾ പറയലാണ് ഭൗതിക ലോകത്തേക്കാൾ, അതിനുള്ള സകല വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്യങ്ങളാണ് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹസ്ത്വഫാ മിനൽ കലാമി അർബഅൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത വാക്യങ്ങളാണ് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 20 നന്മകൾ രേഖപ്പെടുത്തും, 20 തിന്മകൾ അയാളിൽ നിന്ന് മായ്ച്ചു കളയും. എന്നതുപോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ 20 നന്മകൾ രേഖപ്പെടുത്തും, 20 തിന്മകൾ അയാളിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ 5 വാക്യങ്ങൾ എല്ലാവരും പതിവാക്കുക. ഈ ദിക്റുകളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി ദിവസവും ചൊല്ലുക. റബ്ബ് അതിനെ നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക.